അപ്പം ഞാൻ ഈ വളവളാന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ പിന്നിലിരുന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം വരികയല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഒരു ഓണപ്പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മുമ്പ് ഞങ്ങൾ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിലും കുറേ നാളുകൾക്ക് ശേഷം ഒരു ഓണപ്പരിപാടി നടത്താനായിട്ടാണ് തീരുമാനിക്കുന്നത്. അന്ന് ന്യൂ ഇയർ പരിപാടി നടത്തിയെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് ഒരു പരിപാടി നടത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഓണപ്പരിപാടി അങ്ങ് നടത്തിയേക്കാമെന്ന്. അങ്ങനെ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ എല്ലാവരും സെറ്റ് സാരിയും ബ്ലൗസും. അപ്പോൾ സെറ്റ് സാരി എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ബ്ലൗസ് പീസ് എല്ലാവരും മാച്ചായിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 1, 2 കടകളിലൊക്കെ കയറി ഇറങ്ങി നോക്കി. അപ്പോൾ അടുത്തുള്ള കടകളിലാണ് പോയത്. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ടൗണിൽ വന്നിട്ട് അവിടെ കുറച്ച് നോക്കി. അപ്പോൾ ഒരുപാട് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. കൂടുതൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ ആകെ അങ്ങോട്ട് കൺഫ്യൂഷൻ ആകും. പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. വേറെ എവിടെയും ഇല്ലെങ്കിൽ വീണ്ടും തിരിച്ച് വന്ന് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാമെന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് എവിടെയാണ്? ഇമ്മാനുവൽ സിൽക്സിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. സ്റ്റാർട്ടിങ് ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നൊരു കളറും തുണിയും ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രാഹുൽ അവൻ്റെ വൈഫിനെ ഒന്ന് സോപ്പിടാനായിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ റേറ്റ് വളരെ കുറവായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. വീട്ടിലിടാനും ഒക്കെ പറ്റിയ സ്കേർട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി വെച്ചു. പിന്നെ വന്ന് വാങ്ങിക്കാനൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്തെങ്കിലും ആര് വരാൻ. അങ്ങനെ അവനൊരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു എടുത്തു വെച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.